മൈദയാണ്. മൈദ നമുക്കിതിലേക്ക് ഇടാം. ആവശ്യത്തിന് വേറെ 2 കപ്പ് 3 കപ്പ് ഇത് കണക്കൊന്നുമില്ല കേട്ടോ. നമുക്കൊരു ആവശ്യത്തിനുള്ള മൈദ നമ്മുടെ വീട്ടിലുള്ള ആൾക്കാരുടെ എണ്ണം അനുസരിച്ചിട്ട് മൈദ ഇടാം. മൈദ എടുത്തു. പാകത്തിന് ഉപ്പ് ചേർക്കാം. ഇതിൽ ആവശ്യത്തിന് വെള്ളം ഒഴിച്ചിട്ട് ഇളക്കാം. കുറച്ച് വെള്ളം ഒഴിച്ചിട്ടേ തരി കൂടാതെ ഇളക്കിയെടുക്കണം. കട്ട കെട്ടാതെ ഇളക്കിയെടുക്കാം. പിന്നെ പരുവെന്ന് പറഞ്ഞ ഒരു ദോശ ഉണ്ടാക്കുന്ന ദോശക്ക് നമ്മൾ ദോശക്ക് മാവ് അരച്ച് വെക്കില്ലേ, പരുവത്തിനുള്ളിൽ തരിയൊന്നുമില്ലാതെ ഇളക്കിയിട്ടോ. ഇതാണ് മാവിൻ്റെ പാകം. നമ്മൾ ദോശക്കൊക്കെ കലക്കി വെക്കൂലേ, അതുപോലെ മാവ് പോലെ ആക്കി എടുക്കുക. ഇതിങ്ങനെ ഇനി ഇതിലേക്ക് മുട്ട പൊട്ടിച്ചൊഴിക്കുകയാണ്. മുട്ട ഇഷ്ടമുള്ളവർക്ക് ചേർക്കാം, വേണ്ടാത്തവർ കഴിക്കില്ലാത്തവർ ചേർക്കണ്ട. ഞാൻ 2-3 മുട്ട പൊട്ടിച്ചേർക്കണം. 3 മുട്ട ചേർത്തിട്ടുണ്ട്. മുട്ട ഇഷ്ടമില്ലാത്തവർ ചേർക്കണ്ട. മുട്ട കുട്ടികൾക്കൊക്കെ ഇഷ്ടമായിരിക്കും. ചിലർക്ക് കഴിക്കാൻ ബുദ്ധിമുട്ടുള്ള കുട്ടികളുണ്ടാവും. അങ്ങനെയുള്ളവർക്ക് ഇങ്ങനെ മാവിൽ ചേർത്ത് കൊടുക്കുകയാണെങ്കിൽ അറിയില്ല മുട്ട ചേർത്തിട്ടുണ്ടെന്ന് അറിയാൻ പറ്റില്ല. മുട്ടയുടെ രുചിയൊന്നും ഉണ്ടാവില്ല കേട്ടോ. ഇങ്ങനെ ഇളക്കി ചേർക്കുക നല്ലോണം. മുട്ട ഒഴിച്ചിട്ട് ഇങ്ങനെ കലക്കി വെക്കുക. അപ്പോൾ ഇതിൽ മുട്ട ചേർത്തിട്ടുണ്ടെന്ന് അറിയില്ല, മുട്ടയുടെ രുചിയൊന്നും ഉണ്ടാവില്ല. അതിനുശേഷം നമ്മളിത് മറിച്ചിടാൻ പോവാണ്. രമ്യ പരമാവധി ട്രൈ ചെയ്യുന്നുണ്ട് മറിച്ചിടാൻ. സക്സസ്. ഞാൻ സ്ഥിരം ഉണ്ടാക്കുന്നുകൊണ്ടിരിക്കുന്നത്. ഞാൻ മക്കൾക്ക് എപ്പോഴും വൈകുന്നേരം ഭയങ്കര ഇഷ്ടമാണ്. അവന് വൈകുന്നേരം ഇതിങ്ങനെ പലഹാരം ഉണ്ടാക്കി കൊടുക്കും. അങ്ങനെ ദോശ ചുട്ട് വെക്കുക. ഇത് കംപ്ലീറ്റഡ് ആയിട്ടില്ല. ഇനി ഇത് വേറെ കുറച്ച് പരിപാടികളുണ്ട്, ഒരു ഡെക്കറേഷൻ ഒക്കെ ഉണ്ട്. ഇത് ചുട്ട് കഴിഞ്ഞിട്ട് കാണിച്ചു തരാം. ദോശ ചുട്ട് വെച്ചിട്ടുണ്ട്. ഇനി ഇത് തേങ്ങ ചിരകിയതും ശർക്കരയാണ്. 2 കൂടി മിക്സ് ചെയ്യാം. നമുക്ക് 2 കൂടി മിക്സ് ചെയ്ത് വെക്കാം. കഴിച്ചാലോ? എന്നിട്ട് ദോശ ഇങ്ങനെ എടുക്കാം. എന്നിട്ട് നമ്മൾ ആ മിക്സ് ചെയ്ത് വെച്ചിരിക്കുന്ന ആ ശർക്കരയും തേങ്ങയും കൂടെ ഉള്ളത് ഇങ്ങനെ ഇതിലോട്ട് വയ്ക്കുക. കൊച്ചു കുട്ടികൾക്കൊക്കെ വളരെ ഇഷ്ടമായിരിക്കും. ഈ സ്കൂളൊക്കെ വിട്ട് വന്നു കഴിയുമ്പോൾ ഇത് കൊടുക്കുമ്പോൾ വയറ് അറിയുകയും ചെയ്യും. മുട്ടയുടെ അംശമൊക്കെ ഉള്ളതുകൊണ്ട് മുട്ട നേരിട്ട് കഴിക്കാൻ ചിലപ്പോൾ ഇഷ്ടമില്ലാത്ത കുട്ടികളുണ്ടാവും. ഇങ്ങനെ ചുരുട്ടാം. ഇങ്ങനെ വേറെ വെറൈറ്റിയിലൊക്കെ പിള്ളേർക്ക് കൊടുക്കുമ്പോൾ ഭയങ്കര കാര്യമായിരിക്കും. ഇങ്ങനെ ചുരുട്ടിയിട്ട് സൂപ്പറാക്കാം. അകത്ത് തേങ്ങ ശർക്കര വെച്ചിട്ട് നല്ലതാണ്. അപ്പോൾ ശ്രദ്ധിക്കുക, മൈദ സിനിമ പാസ്റ്റ് ഒട്ടിക്കാനും പൊറോട്ട ഉണ്ടാക്കാനും മാത്രമല്ല, ഇങ്ങനെ പല കാര്യങ്ങൾക്കും ഉപയോഗിക്കാൻ പറ്റും എന്ന് രമ്യ തെളിയിച്ചിട്ടുണ്ട്. സ്വന്തം ഡിഷാണ്, സ്വന്തമായിട്ട് പ്രിപ്പയർ ചെയ്തതാണ്. എല്ലാവരും ട്രൈ ചെയ്ത് നോക്കാം. സ്ഥിരമാക്കണ്ടെങ്കിലും നമ്മൾ പൊറോട്ടയൊക്കെ കഴിക്കുന്നില്ലേ, അതുപോലെ ഇടയ്ക്കൊക്കെ പിള്ളേർക്ക് ഉണ്ടാക്കി കൊടുത്തു വെച്ചിട്ട് കുഴപ്പമൊന്നുമില്ല. ഹസ്ബൻഡ് ഓഫീസിൽ നിന്ന് വരുമോ ജോലി കഴിഞ്ഞ് വരുമോ ചെയ്യുകയാണെങ്കിൽ കട്ടൻ ചായയുടെ കൂടെ സൂപ്പറാണിത്. അപ്പോൾ എല്ലാവരും ട്രൈ ചെയ്ത് നോക്കാം. അടുത്ത വീഡിയോയിൽ കാണുന്നവരെ ബൈ.